എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2014 സെപ്റ്റംബറിൽ നടന്നിട്ടുള്ള കേറ്ററ്റ് കാറ്റഗറി 1 പരീക്ഷയുടെ സൈക്കോളജിയുടെ ചോദ്യപേപ്പറാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. 1. ആത്മവിശ്വാസത്തോടെയും തെറ്റുപറ്റുമോ എന്ന ഭയം ഇല്ലാതെയും പഠനത്തിൽ ഏർപ്പെടുക എന്നത് ഫലപ്രദമായ ബോധന രീതിയുടെ ഒരു പ്രധാന ഘടകമാണ്. ഈ ഘടകം പ്രാവർത്തികമാകാതിരിക്കുന്ന സന്ദർഭം ഏതാണ്? ആത്മവിശ്വാസത്തോടെയും തെറ്റുപറ്റുമോ എന്ന ഭയം ഇല്ലാതെയും പഠനത്തിൽ ഏർപ്പെടുക എന്നത് ഫലപ്രദമായ ബോധന രീതിയുടെ ഒരു പ്രധാന ഘടകമാണ്. ഈ ഘടകം പ്രാവർത്തികമാകാതിരിക്കുന്ന സന്ദർഭം ഏതാണ്? എ. കുട്ടികളുടെ വിവിധങ്ങളായ അഭിപ്രായങ്ങളും ആശയങ്ങളും സ്വീകരിച്ച് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യൽ. ബി. കുട്ടികളുടെ ഊഹത്തിൽ ഊന്നിയ ആശയങ്ങളും പ്രതികരണങ്ങളും നിരുത്സാഹപ്പെടുത്തൽ. സി. തുറന്ന അന്വേഷണാത്മക പ്രൊജക്റ്റുകളിലും അന്വേഷണങ്ങളിലും ഏർപ്പെടാൻ കുട്ടികളെ പ്രേരിപ്പിക്കൽ. ഡി. അസാധാരണമായ ആശയങ്ങളും പ്രതികരണങ്ങളും അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യൽ. ഉത്തരം എ ആണ്. കുട്ടികളുടെ വിവിധങ്ങളായ അഭിപ്രായങ്ങളും ആശയങ്ങളും സ്വീകരിച്ച് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യൽ. എ ആണ് ഉത്തരം. 2. ഒരു ബോൾ പോയിന്റ് പേന എത്ര നാൾ ഉപയോഗിക്കാം എന്ന ചോദ്യം 5ാം ക്ലാസ്സിലെ കുട്ടികൾ ഉന്നയിച്ചു. അവർ അതെങ്ങനെ കണ്ടെത്താം എന്ന് ചർച്ച ചെയ്യുകയും വിവിധ തരം ബോൾ പോയിന്റ് പേനകൾ താരതമ്യം ചെയ്യുകയും ഉചിതമായ യൂണിറ്റുകൾ ഉപയോഗിച്ച് പേനകളുടെ നീളം അളക്കുകയും ചെയ്തു. ഈ രീതി സൂചിപ്പിക്കുന്നത് എന്താണ്? ഒരു ബോൾ പോയിന്റ് പേന എത്ര നാൾ ഉപയോഗിക്കാം എന്ന ചോദ്യം 5ാം ക്ലാസ്സിലെ കുട്ടികൾ ഉന്നയിച്ചു. അവർ അതെങ്ങനെ കണ്ടെത്താം എന്ന് ചർച്ച ചെയ്യുകയും വിവിധ തരം ബോൾ പോയിന്റ് പേനകൾ താരതമ്യം ചെയ്യുകയും ഉചിതമായ യൂണിറ്റുകൾ ഉപയോഗിച്ച് പേനകളുടെ നീളം അളക്കുകയും ചെയ്തു. ഈ രീതി സൂചിപ്പിക്കുന്നത് എന്താണ്? എ. സ്വതന്ത്ര പഠനം പ്രോത്സാഹിപ്പിക്കുന്ന ബോധന രീതികൾ. ബി. സർഗാത്മക ചിന്ത വികസിപ്പിക്കുന്ന ബോധന രീതികൾ. സി. അന്വേഷണാത്മക പ്രശ്നപരിഹാര ശേഷികൾ വികസിപ്പിക്കുന്ന ബോധന രീതികൾ. ഡി. പരിസര മലിനീകരണം നിരുത്സാഹപ്പെടുത്തുന്ന ബോധന രീതികൾ. ഉത്തരം സി ആണ്. അന്വേഷണാത്മക പ്രശ്നപരിഹാര ശേഷികൾ വികസിപ്പിക്കുന്ന ബോധന രീതികൾ. സി എന്ന ഓപ്ഷനാണ് ശരി. 3ാമത്തെ ചോദ്യം. ഒരു കൊച്ചുകുട്ടി ചിത്രം വരച്ച ശേഷം പറഞ്ഞു, ഇത് അച്ഛൻ. അമ്മ ചോദിച്ചു, അച്ഛന് നല്ല ഉയരമുണ്ടോ? അച്ഛൻ നിന്നെ എടുക്കാറുണ്ടോ? അച്ഛൻ്റെ കൂടെ നീ എവിടെയെല്ലാം പോകും? ഈ ചോദ്യങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഒരു കൊച്ചുകുട്ടി ചിത്രം വരച്ച ശേഷം പറഞ്ഞു, ഇത് അച്ഛൻ. അമ്മ ചോദിച്ചു, അച്ഛന് നല്ല ഉയരമുണ്ടോ? അച്ഛൻ നിന്നെ എടുക്കാറുണ്ടോ? അച്ഛൻ്റെ കൂടെ നീ എവിടെയെല്ലാം പോകും? ഈ ചോദ്യങ്ങളുടെ ഉദ്ദേശ്യം എന്താണ്? എ. കുട്ടി ചെയ്തത് അമ്മ അംഗീകരിക്കുന്നു എന്ന് കുട്ടിക്ക് തോന്നിപ്പിക്കാൻ. ബി. കുട്ടിയുടെ ചിന്തകളും വികാരങ്ങളും അനുഭവങ്ങളും വാചികമായി അവതരിപ്പിക്കാൻ പ്രേരിപ്പിക്കൽ. സി. ജിജ്ഞാസയോടെയും താല്പര്യത്തോടെയും വരക്കാൻ കുട്ടിയെ പ്രേരിപ്പിക്കൽ. ഡി. മേൽ പറഞ്ഞതെല്ലാം. ഉത്തരം ഡി ആണ്. മേൽ പറഞ്ഞവയെല്ലാം ഈ ചോദ്യങ്ങൾ കൊണ്ടുള്ള ഉദ്ദേശമാണ്. അതായത് കുട്ടി ചെയ്തത് അമ്മ അംഗീകരിക്കുന്നു എന്ന് കുട്ടിയെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം. അതുപോലെ തന്നെ കുട്ടിയുടെ ചിന്തകളും വികാരങ്ങളും അനുഭവങ്ങളും വാചികമായി അവതരിപ്പിക്കാൻ കുട്ടിയെ പ്രേരിപ്പിക്കുക കൂടിയാണ് ഈ ചോദ്യങ്ങൾ വഴി ചെയ്യുന്നത്. ജിജ്ഞാസയോടെയും താല്പര്യത്തോടെയും വരക്കാൻ കുട്ടിയെ പ്രേരിപ്പിക്കാനും ഈ ചോദ്യങ്ങൾ ഉതകും. അപ്പോൾ മേൽ പറഞ്ഞവയെല്ലാം എന്ന ഡി എന്ന ഓപ്ഷനാണ് ഇതിൻ്റെ ഉത്തരം. 4ാമത്തെ ചോദ്യം. തുല്യശേഷിയുള്ള കുട്ടികളുടെ ഗ്രൂപ്പിംഗ് എന്ന ആശയത്തെ വിമർശിക്കാൻ സാധാരണയായി ഉപയോഗിക്കാറുള്ള വാദം ഏത്? തുല്യശേഷിയുള്ള കുട്ടികളുടെ ഗ്രൂപ്പിംഗ് എന്ന ആശയത്തെ വിമർശിക്കാൻ
സാധാരണയായി ഉപയോഗിക്കാറുള്ള വാദം ഏതാണ്? എ. പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. ബി. പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾ മുന്നാക്കക്കാരെയും തടസ്സപ്പെടുത്തും. സി. മുന്നാക്കക്കാർക്ക് ഗ്രൂപ്പിൽ അംഗീകാരം ലഭിക്കില്ല. ഡി. പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെക്കുറിച്ച് അധ്യാപകർ ഉയർന്ന പ്രതീക്ഷകൾ പുലർത്താൻ സാധ്യതയുണ്ട്. ഉത്തരം ബി ആണ്. പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾ മുന്നാക്കക്കാരെയും തടസ്സപ്പെടുത്തും. അതാണ് ബി എന്ന ഓപ്ഷനാണ് ശരി. 5. ബോധനത്തിൽ നിന്ന് പഠനത്തിലേക്ക് ഊന്നൽ മാറ്റാൻ എങ്ങനെ കഴിയും? ബോധനത്തിൽ നിന്ന് പഠനത്തിലേക്ക് ഊന്നൽ മാറ്റാൻ എങ്ങനെ കഴിയും? എ. വെല്ലുവിളികൾ ഉയർത്തുന്നതും താല്പര്യം ജനിപ്പിക്കുന്നതുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കുട്ടികൾക്ക് അവസരം നൽകുക വഴി. ബി. മനഃപാഠമാക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക വഴി. സി. നേരിട്ട് ഓരോ കുട്ടിയെയും പഠിപ്പിക്കുക എന്ന രീതി സ്വീകരിച്ച്. ഡി. പരീക്ഷാ ഫലത്തിൽ ഊന്നുന്നതിലൂടെ. ഉത്തരം എ ആണ്. വെല്ലുവിളികൾ ഉയർത്തുന്നതും താല്പര്യം ജനിപ്പിക്കുന്നതുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കുട്ടികൾക്ക് അവസരം നൽകുക വഴി ബോധനത്തിൽ നിന്ന് പഠനത്തിലേക്ക് ഊന്നൽ മാറ്റാൻ കഴിയും. എ എന്ന ഓപ്ഷനാണ് ശരി. 6. സങ്കീർണമല്ലാത്ത വൈകല്യം അഥവാ മോഡറേറ്റ് ഡിസാബിലിറ്റി നേരിടുന്ന ഒരു കുട്ടി നിങ്ങളുടെ സ്കൂളിൽ ആദ്യമായി എത്തുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? സങ്കീർണമല്ലാത്ത വൈകല്യം നേരിടുന്ന ഒരു കുട്ടി നിങ്ങളുടെ സ്കൂളിൽ ആദ്യമായി എത്തുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? എ. മറ്റു കുട്ടികളിൽ നിന്ന് അവനെ മാറ്റി നിർത്തും. ബി. പ്രവേശന പരീക്ഷ നടത്തും. സി. വൈകല്യത്തിനുള്ള പ്രത്യേക സ്കൂളിലേക്ക് കുട്ടിയെ ശുപാർശ ചെയ്യും. ഡി. കുട്ടിയുടെ രക്ഷിതാക്കളുമായി സംസാരിച്ച് അനുയോജ്യമായ കൂട്ടുപ്രവർത്തന പദ്ധതി ആവിഷ്കരിക്കും. ഉത്തരം ഡി ആണ്. കുട്ടിയുടെ രക്ഷിതാക്കളുമായി സംസാരിച്ച് അനുയോജ്യമായ കൂട്ടുപ്രവർത്തന പദ്ധതി ആവിഷ്കരിക്കും. ഡി എന്ന ഓപ്ഷനാണ് ശരി. 7ാമത്തെ ചോദ്യം. നിങ്ങളുടെ ക്ലാസ്സിലെ ചില കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ മുഖേന എല്ലാ ദിവസവും ഗണിതത്തിലും വായനയിലും 45 മിനിറ്റ് നേരത്തെ പ്രത്യേക പഠനം ലഭിക്കുന്നു. ഈ പഠനം നടത്തുന്നത് എവിടെ വെച്ചായിരിക്കും? നിങ്ങളുടെ ക്ലാസ്സിലെ ചില കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ മുഖേന എല്ലാ ദിവസവും ഗണിതത്തിലും വായനയിലും 45 മിനിറ്റ് നേരത്തെ പ്രത്യേക പഠനം ലഭിക്കുന്നു. ഈ പഠനം നടത്തുന്നത് എവിടെ വെച്ചായിരിക്കും? എ. വീട്ടിൽ വെച്ചുള്ള ട്യൂഷൻ. ബി. സ്കൂളിലെ റിസോഴ്സ് റൂമിൽ. സി. പ്രത്യേക സ്കൂൾ ദിവസം. ഡി. മറ്റു കുട്ടികളോടൊപ്പമുള്ള പരിഹാര ബോധന ക്ലാസ്സിൽ. ഉത്തരം ബി ആണ്. സ്കൂളിലെ റിസോഴ്സ് റൂമിൽ. 8ാമത്തെ ചോദ്യം. വൈകല്യം ബാധിച്ചവരും ബാധിക്കാത്തവരുമായ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ സാമൂഹിക ഇടപെടലിനെ കുറിച്ചുള്ള ഗവേഷണ ഫലത്തെ വ്യക്തമാക്കുന്ന പ്രസ്താവന ഏതാണ്? വൈകല്യം ബാധിച്ചവരും ബാധിക്കാത്തവരുമായ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ സാമൂഹിക ഇടപെടലിനെ കുറിച്ചുള്ള ഗവേഷണ ഫലത്തെ വ്യക്തമാക്കുന്ന പ്രസ്താവന ഏത്? എ. സാമൂഹികമായ ഇടപെടൽ ശേഷി ഉണ്ടായിട്ടും വൈകല്യം ബാധിച്ച കുട്ടികൾ കൂട്ടുകാരിൽ നിന്ന് തിരസ്കൃതരാവുന്നു. ബി. വൈകല്യം ബാധിച്ച കുട്ടികൾക്ക് പൊതുവിദ്യാലയത്തിലെ വൈകല്യം ഇല്ലാത്ത കുട്ടികളുമായി ചങ്ങാത്തം സ്ഥാപിക്കാൻ കഴിയുന്നില്ല. സി. വൈകല്യം ബാധിച്ച കുട്ടികൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിൽ സാമൂഹിക ഇടപെടൽ ശേഷികൾ പകർന്നു കൊടുക്കാൻ വൈകല്യം ഇല്ലാത്ത കുട്ടികൾക്ക് അപൂർവമായേ കഴിയുന്നുള്ളൂ. ഡി. വൈകല്യം ബാധിച്ച കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിൽ ഇരുത്തിയാലും സാമൂഹിക ഇടപെടൽ ശേഷികൾ നേടാനും മറ്റുള്ളവരുമായി ചങ്ങാത്തം സ്ഥാപിക്കുവാനും കഴിയുമെന്നതിൽ ഒരുറപ്പും ഇല്ല.
ഇവിടെ ഉത്തരം എ ആണ്. സാമൂഹികമായ ഇടപെടൽ ശേഷി ഉണ്ടായിട്ടും വൈകല്യം ബാധിച്ച കുട്ടികൾ കൂട്ടുകാരിൽ നിന്ന് തിരസ്കൃതരാവുന്നു. എ എന്ന ഓപ്ഷനാണ് ശരി. ചോദ്യം 9. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന ലൈല എന്ന 7 വയസ്സുകാരി പെൺകുട്ടി മറ്റൊരു ടീച്ചർ ഇടപെട്ടപ്പോൾ കൂടുതൽ പുരോഗതി കൈവരിച്ചതായി കണ്ടു. ഇതിന് കാരണം എന്താണ്? ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന ലൈല എന്ന 7 വയസ്സുകാരി പെൺകുട്ടി മറ്റൊരു ടീച്ചർ ഇടപെട്ടപ്പോൾ കൂടുതൽ പുരോഗതി കൈവരിച്ചതായി കണ്ടു. ഇതിന് കാരണം എ. ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസത്തിന് അനുകൂലമായ ഒരു സമീപനം മുൻ അധ്യാപികയേക്കാൾ ഈ ടീച്ചർക്ക് ഉണ്ടായതുകൊണ്ട്. ബി. ബുദ്ധിപരമായ വെല്ലുവിളികളെ നേരിടുന്ന കുട്ടികൾക്ക് സഹായകമായ പഠന തന്ത്രങ്ങൾ മുൻ അധ്യാപികയേക്കാൾ കൂടുതലായി ഉപയോഗിക്കാൻ കഴിഞ്ഞതുകൊണ്ട്. സി. ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് കൂടുതൽ സ്വീകാര്യമായ ഒരു അന്തരീക്ഷം ഒരുക്കാൻ മുൻ അധ്യാപികയേക്കാൾ ഈ ടീച്ചർക്ക് കഴിഞ്ഞതുകൊണ്ട്. ഡി. മേൽ പറഞ്ഞവയെല്ലാം. ഉത്തരം ഡി ആണ്. മേൽ പറഞ്ഞവയെല്ലാം, അതായത് ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസത്തിന് അനുകൂലമായ ഒരു സമീപനം മുൻ അധ്യാപികയേക്കാൾ ഈ ടീച്ചർക്ക് ഉണ്ടായത് കൊണ്ട്. ഒരു കാരണമാണ്. രണ്ടാമത്തതാണ് ബുദ്ധിപരമായ വെല്ലുവിളികളെ നേരിടുന്ന കുട്ടികൾക്ക് സഹായകമായ പഠന തന്ത്രങ്ങൾ മുൻ അധ്യാപികയേക്കാൾ കൂടുതലായി ഉപയോഗിക്കാൻ ഈ ടീച്ചർക്ക് കഴിഞ്ഞതുകൊണ്ട്. ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് കൂടുതൽ സ്വീകാര്യമായ ഒരു അന്തരീക്ഷം ഒരുക്കാൻ മുൻ അധ്യാപികയേക്കാൾ ഈ ടീച്ചർക്ക് കഴിഞ്ഞതുകൊണ്ട്. അപ്പൊ ഡി എന്ന ഓപ്ഷനാണ്. മേൽ പറഞ്ഞവയെല്ലാം ശരിയാണ് എന്ന ഓപ്ഷൻ ഡി എന്ന ഓപ്ഷനാണ് ശരി. 10ാമത്തെ ചോദ്യം. നിങ്ങളുടെ ചില വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിൽ പിന്നാക്കം ആണ് എന്ന് നിങ്ങൾ കണ്ടെത്തി. ഒരു ഇംഗ്ലീഷ് ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ചില വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിൽ പിന്നാക്കം ആണ് എന്ന് നിങ്ങൾ കണ്ടെത്തി. ഒരു ഇംഗ്ലീഷ് ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യും? എ. പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകമായി പരിഹാര ബോധനം നടത്തും. ബി. ഇംഗ്ലീഷിൽ തോൽക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നേരിടാനിടയുള്ള പ്രശ്നങ്ങൾ കുട്ടികളെ നിരന്തരം ബോധ്യപ്പെടുത്തും. സി. ഇംഗ്ലീഷിൽ കുട്ടികളുടെ കഴിവും ദൗർബല്യങ്ങളും പരിഗണിച്ചുള്ളതും അവർക്ക് പ്രത്യേക ശ്രദ്ധ, പരിഗണന, പിന്തുണ എന്നിവ ദൈനംദിന ക്ലാസ്സിൽ ലഭിക്കുന്നതുമായ പ്രവർത്തന പദ്ധതി നടപ്പാക്കും. ഡി. കുട്ടികളെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ ചുമതലയിലാക്കുകയും അവർ മുഖേന കുട്ടികൾക്ക് പഠന പുരോഗതിക്കാവശ്യമായ ശ്രദ്ധ ഉറപ്പുവരുത്തുകയും ചെയ്യും. ഉത്തരം സി ആണ്. ഇംഗ്ലീഷിൽ കുട്ടികളുടെ കഴിവും ദൗർബല്യങ്ങളും പരിഗണിച്ചുള്ളതും അവർക്ക് പ്രത്യേക ശ്രദ്ധ, പരിഗണന, പിന്തുണ എന്നിവ ദൈനംദിന ക്ലാസ്സിൽ ലഭിക്കുന്നതുമായ പ്രവർത്തന പദ്ധതി നടപ്പാക്കും. അതാണ് ചെയ്യേണ്ടത്. സി ആണ് ശരിയായ ഉത്തരം. ചോദ്യം 11. ചുവടെ നൽകിയവയിൽ വസ്തുനിഷ്ഠ ചോദ്യം ഏതാണ്? ചുവടെ നൽകിയവയിൽ വസ്തുനിഷ്ഠ ചോദ്യം ഏതാണ്? എ. ഉപന്യാസം. ബി. തുറന്ന ചോദ്യം. സി. ഹ്രസ്വോത്തര ചോദ്യം. ഡി. ശരിയോ തെറ്റോ ചോദ്യം. ഉത്തരം ഡി ആണ്. ശരിയോ തെറ്റോ ചോദ്യം. ചോദ്യം 12. കുട്ടികളുടെ വ്യക്തിഗത വ്യത്യാസങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള അധ്യാപികയുടെ ക്ലാസ് റൂം പ്രക്രിയ എങ്ങനെയായിരിക്കും? കുട്ടികളുടെ വ്യക്തിഗത വ്യത്യാസങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള അധ്യാപികയുടെ ക്ലാസ് റൂം പ്രക്രിയ എങ്ങനെയായിരിക്കും? എ. പരീക്ഷയിൽ ഓരോ കുട്ടിക്കും നല്ല മാർക്ക് കിട്ടുന്നു എന്ന് ഉറപ്പാക്കും. ബി. കുട്ടികൾക്ക് വൈവിധ്യമുള്ള പഠനാനുഭവങ്ങൾ നൽകും. സി. കുട്ടികൾക്ക് എന്ത് ചെയ്യാനാണോ ഇഷ്ടം അതിന് സമ്മതം നൽകും. ഡി. എല്ലാ കുട്ടികളും ഒരേ വേഗത്തിൽ പഠിക്കുന്നു എന്ന് ഉറപ്പാക്കും. ഉത്തരം ബി ആണ്. കുട്ടികൾക്ക് വൈവിധ്യമുള്ള പഠനാനുഭവങ്ങൾ നൽകും. ബി ആണ് ഉത്തരം. 13. പഠിതാക്കൾ വരുത്തുന്ന പിശകുകൾ മിക്കവാറും സൂചിപ്പിക്കുന്നത് എ. അവർ എങ്ങനെ ചിന്തിക്കുന്നു, പഠിക്കുന്നു. ബി.
യാന്ത്രികമായ പരിശീലനത്തിന്റെ ആവശ്യം. സി. പഠനം നടക്കാത്ത അവസ്ഥ. ഡി. പഠിതാവിന്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി. ഉത്തരം എ ആണ്. അവർ എങ്ങനെ ചിന്തിക്കുന്നു, പഠിക്കുന്നു. ഇതാണ് പഠിതാക്കൾ വരുത്തുന്ന പിശകുകൾ മിക്കവാറും സൂചിപ്പിക്കുന്നത്. എ ആണ് ഉത്തരം. 14. ചുവടെ നൽകിയിട്ടുള്ളവയിൽ കുട്ടികളുടെ ശ്രദ്ധ പഠന പ്രവർത്തനങ്ങളിൽ തന്നെ നിലനിർത്താൻ തീരെ പര്യാപ്തമല്ലാത്ത ഗ്രൂപ്പ് വൽക്കരണം ഏതാണ്? ചുവടെ നൽകിയിട്ടുള്ളവയിൽ കുട്ടികളുടെ ശ്രദ്ധ പഠന പ്രവർത്തനങ്ങളിൽ തന്നെ നിലനിർത്താൻ തീരെ പര്യാപ്തമല്ലാത്ത ഗ്രൂപ്പ് രൂപവൽക്കരണം ഏത്? എ. സ്വതന്ത്ര പഠനം. ബി. ചെറു ഗ്രൂപ്പുകൾ. സി. മുഴുവൻ ക്ലാസ് ഗ്രൂപ്പ്. ഡി. രണ്ടുപേർ തിരിഞ്ഞുള്ള ഗ്രൂപ്പ്. ഉത്തരം സി ആണ്. മുഴുവൻ ക്ലാസ് ഗ്രൂപ്പ്. ക്ലാസ്സിനെ മൊത്തം ഒരു ഗ്രൂപ്പ് ആക്കുക, അതാണ് മുഴുവൻ ക്ലാസ് ഗ്രൂപ്പ്. ഇത് കുട്ടികളുടെ ശ്രദ്ധ പഠന പ്രവർത്തനങ്ങളിൽ തന്നെ നിലനിർത്താൻ തീരെ പര്യാപ്തമല്ലാത്ത ഗ്രൂപ്പ് വൽക്കരണമാണ്. സി ആണ് ഉത്തരം. 15. ചുവടെ നൽകിയിട്ടുള്ളവയിൽ ചോദ്യം ചോദിക്കുന്നതിന്റെ വിവിധ ഉദ്ദേശങ്ങളെ സൂചിപ്പിക്കുന്നത് ഏതാണ്? ചുവടെ നൽകിയിട്ടുള്ളവയിൽ ചോദ്യം ചോദിക്കുന്നതിന്റെ വിവിധ ഉദ്ദേശങ്ങളെ സൂചിപ്പിക്കുന്നത് ഏത്? എ. ചിന്തയെ നയിക്കാൻ. ബി. മുൻ അറിവ് തിട്ടപ്പെടുത്തൽ. സി. കുട്ടികളുടെ താല്പര്യം വർദ്ധിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യൽ. ഡി. ശ്രദ്ധിക്കാത്ത കുട്ടികളെ പഠന പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരൽ. ഉത്തരം ഡി ആണ്. ശ്രദ്ധിക്കാത്ത കുട്ടികളെ പഠന പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരൽ. 16. ചുവടെ നൽകിയിട്ടുള്ളവയിൽ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഏവ? ചുവടെ നൽകിയിട്ടുള്ളവയിൽ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഏവ? 1. ഇനി എന്താണ് പഠിക്കേണ്ടത്? 2. നിങ്ങൾ നേരിട്ട പ്രധാന വെല്ലുവിളി എന്തായിരുന്നു? അത് മറികടന്നത് എങ്ങനെ? 3. നിങ്ങൾ പുനഃപരിശോധിക്കാനോ പുനരാലോചിക്കാനോ മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കാനോ ഇടയുള്ളതെന്ത്? 4. അത് പരിഹരിച്ചത് എങ്ങനെ? അപ്പോൾ ഈ 4 ചോദ്യങ്ങളിൽ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. എ. ചോദ്യം 1, 3. ബി. ചോദ്യം 4, 2. സി. മേൽ പറഞ്ഞവയെല്ലാം. ഡി. മേൽ പറഞ്ഞവയൊന്നുമല്ല. ഇതിൽ ഉത്തരം സി ആണ്. മേൽ പറഞ്ഞവയെല്ലാം. ഈ മേലെ പറഞ്ഞ ഈ 4 ചോദ്യങ്ങളും പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്നവയാണ് എന്നാണ് ഉത്തരം. സി ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. മേൽ പറഞ്ഞവയെല്ലാം. 17. തൻ്റെ കുട്ടികൾക്ക് ആഴത്തിൽ ചിന്തിക്കാനും പ്രയോഗിക്കാനും വേണ്ട വെല്ലുവിളികളും പിന്തുണയും ലഭിക്കണമെന്ന് അധ്യാപിക കരുതുന്നു. ഇതിന് പര്യാപ്തമല്ലാത്ത തന്ത്രം ഏതാണ്? തൻ്റെ കുട്ടികൾക്ക് ആഴത്തിൽ ചിന്തിക്കാനും പ്രയോഗിക്കാനും വേണ്ട വെല്ലുവിളികളും പിന്തുണയും ലഭിക്കണമെന്ന് അധ്യാപിക കരുതുന്നു. ഇതിന് പര്യാപ്തമല്ലാത്ത തന്ത്രം ഏതാണ്? എ. ഓരോ യൂണിറ്റിന്റെയും ഒടുവിൽ പരീക്ഷ നടത്തുക. ഓരോ യൂണിറ്റിന്റെ ഒടുവിലും പരീക്ഷ നടത്തുക. ബി. യൂണിറ്റുകളിൽ ഉള്ള ആശയങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാനും ഉറപ്പിക്കാനും സ്ഥിരമായി അവസരങ്ങൾ നൽകുക. സി. അതത് മേഖലയിലെ പഠന ആശയങ്ങളുമായി ബന്ധപ്പെട്ട തുറന്ന ചോദ്യങ്ങൾ ചോദിക്കുക. ഡി. മുമ്പ് പഠിച്ചതും അതുമായി ബന്ധപ്പെട്ട ആശയങ്ങളും തമ്മിൽ യോജിപ്പിക്കാനുള്ള പിന്തുണ സ്ഥിരമായി നൽകുക. ഇവിടെ ഉത്തരം എ ആണ്. ഓരോ യൂണിറ്റിന്റെ ഒടുവിലും പരീക്ഷ നടത്തുക. അത് തൻ്റെ കുട്ടികൾ ആഴത്തിൽ ചിന്തിക്കാനും പ്രയോഗിക്കാനും വേണ്ട വെല്ലുവിളികളും പിന്തുണയും ലഭിക്കണമെന്ന് കരുതുന്ന അധ്യാപിക ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അതിന് പര്യാപ്തമല്ലാത്ത തന്ത്രമാണ്. എ ആണ് ചോദ്യത്തിന്റെ ഉത്തരം. 18. സ്വീകാര്യമായ ഒരു പരീക്ഷണ റിപ്പോർട്ട് എങ്ങനെ തയ്യാറാക്കണം എന്നതിനെക്കുറിച്ച് പരീക്ഷണത്തിന് മുമ്പ് തന്നെ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പറയാൻ അവസരം നൽകി.
ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ പരീക്ഷണ റിപ്പോർട്ട് അധ്യാപകനും സഹപഠിതാക്കളും വിലയിരുത്തിയത്. ഇത്തരത്തിലുള്ള ക്ലാസ് റൂം പ്രക്രിയ സ്വീകരിച്ചതിൽ അധ്യാപകന്റെ ഉദ്ദേശം എന്ത്? സ്വീകാര്യമായ ഒരു പരീക്ഷണ റിപ്പോർട്ട് എങ്ങനെ തയ്യാറാക്കണം എന്നതിനെക്കുറിച്ച് പരീക്ഷണത്തിന് മുമ്പ് തന്നെ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പറയാൻ അവസരം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ പരീക്ഷണ റിപ്പോർട്ട് അധ്യാപകനും സഹപഠിതാക്കളും വിലയിരുത്തിയത്. ഇത്തരത്തിലുള്ള ക്ലാസ് റൂം പ്രക്രിയ സ്വീകരിച്ചതിൽ അധ്യാപകന്റെ ഉദ്ദേശം എന്ത്? എ. എല്ലാ കുട്ടികളുടെ നോട്ട്ബുക്കിലും ഒരേ തരത്തിലുള്ള റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിലൂടെ രക്ഷിതാക്കളുടെ പരാതി ഇല്ലാതാക്കാൻ. ബി. പരീക്ഷണ റിപ്പോർട്ട് എഴുതുമ്പോൾ ഓരോ കുട്ടിയിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയാൻ. സി. കുട്ടികളെ പരീക്ഷണ റിപ്പോർട്ട് എഴുതേണ്ട ഫോർമാറ്റ് പഠിപ്പിക്കാൻ. ഡി. എല്ലാ കുട്ടികളും പരീക്ഷ പാസ്സാകുന്നു എന്ന് ഉറപ്പിക്കാൻ. ഉത്തരം ബി ആണ്. പരീക്ഷണ റിപ്പോർട്ട് എഴുതുമ്പോൾ ഓരോ കുട്ടിയിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയാൻ. ബി എന്ന ഓപ്ഷനാണ് ശരി. 19. തലച്ചോറിൽ പഠനം, ഓർമ്മ എന്നിവയുമായി ബന്ധപ്പെട്ട ഭാഗം ഏതാണ്? തലച്ചോറിൽ പഠനം, ഓർമ്മ എന്നിവയുമായി ബന്ധപ്പെട്ട ഭാഗം ഏത്? എ. കോർട്ടക്സ്. ബി. സിനാപ്സ്. സി. സെറിബെല്ലം. ഡി. ന്യൂറോണുകൾ. ഉത്തരം എ ആണ്, കോർട്ടക്സ്. കോർട്ടക്സ് ആണ് ഉത്തരം. എ ആണ് ശരിയായ ഓപ്ഷൻ. 20. പിന്നാക്ക സാമൂഹിക പശ്ചാത്തലമുള്ള ഒരു കുട്ടിയെ നിങ്ങളുടെ സ്കൂളിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പിന്നാക്ക സാമൂഹിക പശ്ചാത്തലമുള്ള ഒരു കുട്ടിയെ നിങ്ങളുടെ സ്കൂളിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? എ. അതേ സാമൂഹിക പശ്ചാത്തലമുള്ള കുട്ടികൾ കൂടുതലുള്ള ക്ലാസ്സിൽ കുട്ടിയെ പ്രവേശിപ്പിക്കും. ബി. സാധാരണ ക്ലാസ്സിൽ പ്രവേശിപ്പിക്കുകയും അവന്റെ പ്രത്യേക ആവശ്യങ്ങൾ കണ്ടുകൊണ്ട് ബോധനത്തിനായി പ്രത്യേകം ക്രമീകരണം നടത്തുകയും ചെയ്യും. സി. ഒരു ടീച്ചർ മുഖാന്തരം കുട്ടിയുടെ പിന്നാക്ക സാമൂഹിക പശ്ചാത്തലം മനസ്സിലാക്കും. ഡി. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനായി കുട്ടിയെ ഉപദേശിക്കും. ഉത്തരം ബി ആണ്. സാധാരണ ക്ലാസ്സിൽ പ്രവേശിപ്പിക്കുകയും അവന്റെ പ്രത്യേക ആവശ്യങ്ങൾ കണ്ടുകൊണ്ട് ബോധനത്തിനായി പ്രത്യേകം ക്രമീകരണം നടത്തുകയും ചെയ്യും. ബി ആണ് ഉത്തരം. 21. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉള്ള കുട്ടിയെ എങ്ങനെ ശരിയായ ദിശയിൽ നയിക്കും? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉള്ള കുട്ടിയെ എങ്ങനെ ശരിയായ ദിശയിൽ നയിക്കും? എ. അവനെ ക്ലാസിന്റെ മുൻനിരയിൽ ഇരുത്തി തീവ്ര ശ്രദ്ധ നൽകും. ബി. ക്ലാസിന്റെ മൂലയിൽ കുട്ടിയെ ഇരുത്തും. സി. വെള്ളമൊഴിക്കാനും ബ്ലാക്ക് ബോർഡ് വൃത്തിയാക്കാനും കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാനുമുള്ള ചുമതലകൾ അവന് നൽകും. ഡി. മേൽ പറഞ്ഞവ ഒന്നുമല്ല. ഉത്തരം ഓപ്ഷൻ സി ആണ്. വെള്ളമൊഴിക്കാനും ബ്ലാക്ക് ബോർഡ് വൃത്തിയാക്കാനും കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാനുമുള്ള ചുമതലകൾ അവന് നൽകും. ഉത്തരം സി ആണ്. 22. ക്ലാസ് മുറിയിൽ അച്ചടക്കം ഫലപ്രദമായി ഉറപ്പുവരുത്താൻ ടീച്ചർ ചെയ്യേണ്ടത് എന്താണ്? ക്ലാസ് മുറിയിൽ അച്ചടക്കം ഫലപ്രദമായി ഉറപ്പുവരുത്താൻ ടീച്ചർ ചെയ്യേണ്ടത് എന്താണ്? എ. കൗതുകമുണർത്തുന്നതും വിലപിടിപ്പുള്ളതുമായ വസ്ത്രങ്ങൾ ധരിക്കുക. ബി. കുട്ടികളുടെ രക്ഷിതാക്കളോട് അവരെ നിയന്ത്രിക്കാൻ ആവശ്യപ്പെടുക. സി. അച്ചടക്കം ലംഘിക്കപ്പെടൽ കർശനമായി കൈകാര്യം ചെയ്യുക. ഡി. പഠനോദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും പരിഗണിച്ച് ക്ലാസ് നടത്തുക. ഉത്തരം ഡി ആണ്. പഠനോദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും പരിഗണിച്ച് ക്ലാസ് നടത്തുക. ഇതാണ് ക്ലാസ് മുറിയിൽ അച്ചടക്കം ഫലപ്രദമായി ഉറപ്പുവരുത്താൻ ടീച്ചർ ചെയ്യേണ്ടത്. ഡി ആണ് ഉത്തരം. 23. ഒരു അധ്യാപിക പച്ചക്കറികളുടെയും പഴങ്ങളുടെയും ചിത്രങ്ങളും വിവരണവും അടങ്ങിയ പാഠഭാഗം ഉപയോഗിക്കുകയും
കുട്ടികളുമായി ചർച്ച നടത്തുകയും ചെയ്തു. കുട്ടികൾ ആ വിവരങ്ങളെ അവരുടെ മുൻ അറിവുകളുമായി ബന്ധപ്പെടുത്തുകയും പോഷണം എന്ന ആശയം രൂപവൽക്കരിക്കുകയും ചെയ്തു. ഈ സമീപനം അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ഒരു അധ്യാപിക പച്ചക്കറികളുടെയും പഴങ്ങളുടെയും ചിത്രങ്ങളും വിവരണവും അടങ്ങിയ പാഠഭാഗം ഉപയോഗിക്കുകയും കുട്ടികളുമായി ചർച്ച നടത്തുകയും ചെയ്തു. കുട്ടികൾ ആ വിവരങ്ങളെ അവരുടെ മുൻ അറിവുകളുമായി ബന്ധപ്പെടുത്തുകയും പോഷണം എന്ന ആശയം രൂപവൽക്കരിക്കുകയും ചെയ്തു. ഈ സമീപനം അടിസ്ഥാനമാക്കിയിരിക്കുന്നത് എ. ക്ലാസിക്കൽ കണ്ടീഷനിങ് ഓഫ് ലേണിംഗ്, ബി. ഓപ്പറന്റ് കണ്ടീഷനിങ് ഓഫ് ലേണിംഗ്, സി. ജ്ഞാന നിർമ്മിതി സിദ്ധാന്തം, ഡി. പ്രബലന സിദ്ധാന്തം. ഉത്തരം സി ആണ്. ജ്ഞാന നിർമ്മിതി സിദ്ധാന്തം സി ആണ് ഉത്തരം. 24. ബൗദ്ധിക വികാസത്തെക്കുറിച്ചുള്ള പിയാഷെയുടെ സിദ്ധാന്തം പ്രധാനമായും എ. ഇന്ദ്രിയ ചാലക വികാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഒന്നുകൂടി പറയാം, ഇന്ദ്രിയ ചാലക വികാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ബി. ചിന്താശേഷിയുടെ വികാസത്തെക്കുറിച്ചാണ്. സി. തെറ്റായ ചിന്തകളെ ശരിയായ വഴിയിലേക്ക് നയിക്കാനുള്ള ചികിത്സയെക്കുറിച്ച്. ഡി. വളരുന്ന കുട്ടിയിൽ സാമൂഹ്യ ലോകം ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച്. ഉത്തരം ബി ആണ്. ചിന്താശേഷിയുടെ വികാസത്തെക്കുറിച്ചാണ്. ബൗദ്ധിക വികാസത്തെക്കുറിച്ചുള്ള പിയാഷെയുടെ സിദ്ധാന്തം പ്രധാനമായും ചിന്താശേഷിയുടെ വികാസത്തെക്കുറിച്ചാണ്. ബി ആണ് ശരിയായ ഉത്തരം. 25. 1-ാം ക്ലാസ്സിലെ ആദ്യ ദിനം തന്നെ അധ്യാപകനൊപ്പം കുട്ടികൾ സ്കൂൾ നടന്നു കാണുകയും പ്രധാനാധ്യാപകൻ, മറ്റ് അധ്യാപകർ, പാചകക്കാരൻ, പ്യൂൺ എന്നിവരെ പരിചയപ്പെടുകയും ചെയ്തു. ഇവിടെ അധ്യാപകന്റെ ഉദ്ദേശം എന്തായിരിക്കാം? 1-ാം ക്ലാസ്സിലെ ആദ്യ ദിനം തന്നെ അധ്യാപകനൊപ്പം കുട്ടികൾ സ്കൂൾ നടന്നു കാണുകയും പ്രധാനാധ്യാപകൻ, മറ്റ് അധ്യാപകർ, പാചകക്കാരൻ, പ്യൂൺ എന്നിവരെ പരിചയപ്പെടുകയും ചെയ്തു. ഇവിടെ അധ്യാപകന്റെ ഉദ്ദേശം എന്തായിരിക്കാം? എ. സ്കൂൾ അന്തരീക്ഷവുമായി പരിചയപ്പെടാനും പൊരുത്തപ്പെടാനും കുട്ടികളെ സഹായിക്കാൻ. ബി. സാമൂഹ്യ മര്യാദകൾ സ്വയം ആർജിക്കാൻ കുട്ടികളെ സഹായിക്കാൻ. സി. സാമൂഹ്യ മര്യാദകൾ പഠിക്കാൻ കുട്ടികളെ സഹായിക്കാൻ. ഡി. മുതിർന്നവരെ ബഹുമാനിക്കാൻ കുട്ടികളെ പഠിപ്പിക്കാൻ. ഉത്തരം എ ആണ്. സ്കൂൾ അന്തരീക്ഷവുമായി പരിചയപ്പെടാനും പൊരുത്തപ്പെടാനും കുട്ടികളെ സഹായിക്കാൻ. എ ആണ് ശരിയായ ഉത്തരം. 26. ഒരു അധ്യാപിക ക്ലാസ്സിൽ ഉണ്ടാവുന്ന ചോദ്യങ്ങൾക്ക് നേരിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കാറില്ല. പകരം അവർ ഉത്തരങ്ങൾ പറയാൻ കുട്ടികളെ പ്രേരിപ്പിക്കുകയും ഗ്രൂപ്പ് ചർച്ച നടത്തുകയുമാണ് പതിവ്. ഈ സമീപനത്തിൽ പ്രതിഫലിക്കുന്ന ഉദ്ദേശം എന്താണ്? ഒരു അധ്യാപിക ക്ലാസ്സിൽ ഉണ്ടാവുന്ന ചോദ്യങ്ങൾക്ക് നേരിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കാറില്ല. പകരം അവർ ഉത്തരങ്ങൾ പറയാൻ കുട്ടികളെ പ്രേരിപ്പിക്കുകയും ഗ്രൂപ്പ് ചർച്ച നടത്തുകയുമാണ് പതിവ്. ഈ സമീപനത്തിൽ പ്രതിഫലിക്കുന്ന ഉദ്ദേശം എന്ത്? എ. പഠന സാമഗ്രികളുടെ ശരിയായ ക്രമീകരണം. ബി. ഒരു നല്ല ഉദാഹരണവും അനുകരണീയ മാതൃകയും അവതരിപ്പിക്കൽ. സി. പഠന സന്നദ്ധത ഉറപ്പാക്കൽ. ഡി. സജീവമായ പങ്കാളിത്തം ഉറപ്പാക്കൽ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സജീവമായ പങ്കാളിത്തം ഉറപ്പാക്കൽ. ഡി എന്ന ഓപ്ഷനാണ് ശരി. 27. ചുവടെയുള്ള വിവരണം ഏത് വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞന് അനുയോജ്യമാവും? ചുവടെയുള്ള വിവരണം ഏത് വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞന് അനുയോജ്യമാവും? തൻ്റെ കഴിവിൻ്റെ പരമാവധി പഠിക്കാൻ സഹായിക്കുന്ന ഏതൊരാളുമായും നീണ്ട ചർച്ചകളിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ട്. തന്നെക്കാളും നന്നായി പദപ്രശ്നങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആളോടൊപ്പം മത്സരിക്കുന്നത് ആസ്വദിക്കുന്ന ആളാണ്. ചിലപ്പോഴൊക്കെ തന്നോട് തന്നെ ഉറക്കെ സംസാരിക്കുകയും മറ്റുള്ളവരും അവരുടെ ചിന്തകൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നത് അംഗീകരിക്കുന്ന ആളുമാണ്. ഒന്നുകൂടി വായിക്കാം. തൻ്റെ കഴിവിൻ്റെ പരമാവധി പഠിക്കാൻ സഹായിക്കുന്ന ഏതൊരാളുമായും
നീണ്ട ചർച്ചകളിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ട്. തന്നെക്കാളും നന്നായി പദപ്രശ്നങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആളോടൊപ്പം മത്സരിക്കുന്നത് ആസ്വദിക്കുന്ന ആളാണ്. ചിലപ്പോഴൊക്കെ തന്നോട് തന്നെ ഉറക്കെ സംസാരിക്കുകയും മറ്റുള്ളവരും അവരുടെ ചിന്തകൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നത് അംഗീകരിക്കുന്ന ആളുമാണ്. ഓപ്ഷൻ എ ലവ് സെമ്യാനോവിച്ച് വിഗോട്സ്കി അഥവാ ലവ് വൈഗോട്സ്കി. അത് അയാളുടെ പേര് പൂർണ്ണമായിട്ട് എഴുതിയതാണ്. ലവ് ഈ സെമ്യാനോവിച്ച് എന്ന് സാധാരണ പറയാറില്ല. ലവ് വിഗോട്സ്കി എന്നാണ് പറയാറുള്ളത്. ബി ഴാങ് പിയാഷെ. സി ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ്. ഡി എഡ്വേർഡ് തൊണ്ടേക്ക്. ഉത്തരം എ ആണ്. ലവ് സെമ്യാനോവിച്ച് വിഗോട്സ്കി അല്ലെങ്കിൽ വൈഗോട്സ്കി. എ ആണ് ഉത്തരം. 28. ചുവടെയുള്ള ചിത്രം ഒരു കുട്ടി വരച്ചതാണ്. അപൂർണവും അയഥാർത്ഥവുമായ ചിത്രങ്ങൾ കുട്ടികൾ വരക്കുന്നതിന്റെ കാരണം എന്താണ്? അപൂർണവും അയഥാർത്ഥവുമായ ചിത്രങ്ങൾ കുട്ടികൾ വരക്കുന്നതിന്റെ കാരണം എന്താണ്? എ മനുഷ്യ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് ചെറിയ കുട്ടികൾക്ക് അറിവില്ല. ബി തങ്ങൾ വരച്ചത് വീണ്ടും നോക്കുന്ന രീതി കുട്ടികൾക്കില്ല. സി മനുഷ്യ ശരീരത്തിന്റെ ആകൃതി തിരിച്ചറിയാൻ കഴിയുന്ന ശരീരഭാഗങ്ങൾ മാത്രമാണ് കുട്ടികൾ വരക്കുന്നത്. സി ഒന്നുകൂടി വായിക്കാം. മനുഷ്യ ശരീരത്തിന്റെ ആകൃതി തിരിച്ചറിയാൻ കഴിയുന്ന ശരീരഭാഗങ്ങൾ മാത്രമാണ് കുട്ടികൾ വരക്കുന്നത്. ഡി തങ്ങളുടെ കൈകൾ, കൈപ്പത്തി, വിരലുകൾ എന്നിവയുടെ മേൽ കുട്ടികൾക്ക് വേണ്ടത്ര നിയന്ത്രണം ഇല്ലാത്തത് കൊണ്ട്. തങ്ങളുടെ കൈകൾ, കൈപ്പത്തി, വിരലുകൾ എന്നിവയുടെ മേൽ കുട്ടികൾക്ക് വേണ്ടത്ര നിയന്ത്രണം ഇല്ലാത്തത് കൊണ്ട്. ഏതാണ് ശരിയായ ഓപ്ഷൻ? ശരിയായ ഓപ്ഷൻ സി ആണ്. മനുഷ്യ ശരീരത്തിന്റെ ആകൃതി തിരിച്ചറിയാൻ കഴിയുന്ന ശരീരഭാഗങ്ങൾ മാത്രമാണ് കുട്ടികൾ വരക്കുന്നത്. സി ആണ് ഉത്തരം. 29. നിങ്ങളുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഒരു കുട്ടി പറഞ്ഞു, ഐ ഈറ്റഡ് എ മാംഗോ യെസ്റ്റർഡേ. ഈ കുട്ടിക്ക് നിങ്ങൾ നൽകുന്ന ഫീഡ്ബാക്ക് എന്തായിരിക്കും? നിങ്ങളുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഒരു കുട്ടി പറഞ്ഞു, ഐ ഈറ്റഡ് എ മാംഗോ യെസ്റ്റർഡേ. ഈ കുട്ടിക്ക് നിങ്ങൾ നൽകുന്ന ഫീഡ്ബാക്ക് എന്തായിരിക്കും? എ അവളോട് പറയും, ഇറ്റ് ഈസ് നോട്ട് ഈറ്റഡ് ബട്ട് എയ്റ്റ്. ബി ഈറ്റ് എന്നതിന്റെ പാസ്റ്റ് ടെൻസിൽ ഉള്ള രൂപം വാക്യത്തിൽ ഉപയോഗിക്കുക. സി പിശകിനെ കുറിച്ച് നിശബ്ദത പാലിച്ച് ക്ലാസ് തുടരും. ഡി ആഹാ യു എയ്റ്റ് എ മാംഗോ യെസ്റ്റർഡേ, ഐ എയ്റ്റ് ആൻ ഓറഞ്ച് യെസ്റ്റർഡേ, ഇറ്റ് വാസ് സ്വീറ്റ് എന്ന് പറയും. ഇതിൽ ഏറ്റവും നല്ല ഫീഡ്ബാക്ക് ഏതാണ് എന്നാണ് ചോദ്യം. ഇതിൽ ഡി ആണ്. ആഹാ യു എയ്റ്റ് എ മാംഗോ യെസ്റ്റർഡേ, ഐ എയ്റ്റ് ആൻ ഓറഞ്ച് യെസ്റ്റർഡേ, ഇറ്റ് വാസ് സ്വീറ്റ്. ഇത് കേൾക്കുമ്പോൾ തന്നെ കുട്ടിക്ക് മനസ്സിലാകും. ഇവിടെയുള്ള എയ്റ്റ് എന്ന ഈ രണ്ട് വാക്യത്തിൽ പ്രയോഗിക്കുന്നത് കാണുമ്പോൾ തന്നെ കുട്ടിക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ട് എന്ന്. കുട്ടിക്ക് അത് ബോധ്യപ്പെടുക എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് കുട്ടിക്ക് മനസ്സിലാവുകയും ചെയ്യും. 30. ഓരോ കുട്ടിയെയും അറിയുകയും വിലമതിക്കുകയും ചെയ്യുന്നതിലൂടെ ഗുണാത്മകമായ ബന്ധങ്ങൾ ക്ലാസ് മുറിയിൽ സൃഷ്ടിക്കാൻ അധ്യാപകന് ഉത്തരവാദിത്തമുണ്ടെന്ന് RTE ആക്ട് അനുശാസിക്കുന്നു. ഇത് എങ്ങനെ ക്ലാസ്സിൽ നടപ്പാക്കാം? ഓരോ കുട്ടിയെയും അറിയുകയും വിലമതിക്കുകയും ചെയ്യുന്നതിലൂടെ ഗുണാത്മകമായ ബന്ധങ്ങൾ ക്ലാസ് മുറിയിൽ സൃഷ്ടിക്കാൻ അധ്യാപകന് ഉത്തരവാദിത്തമുണ്ടെന്ന് RTE ആക്ട് അനുശാസിക്കുന്നു. ഇത് എങ്ങനെ ക്ലാസ്സിൽ നടപ്പാക്കാം? RTE ആക്ട് എന്ന് പറഞ്ഞ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, വിദ്യാഭ്യാസ അവകാശ നിയമം. എ ഓരോ കുട്ടിയുടെയും പശ്ചാത്തലവും താല്പര്യവും കണ്ടെത്തുന്നതിലൂടെ. ബി കുട്ടിയുമായി സംസാരിച്ച് അവന്റെ പെരുമാറ്റത്തിന്റെ കാരണങ്ങൾ തിട്ടപ്പെടുത്തുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്നതിലൂടെ. ഇവിടെ സി എന്ന ഓപ്ഷൻ ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയിരിക്കുന്നു. ഡി മേൽ പറഞ്ഞവയെല്ലാം. ഉത്തരമായി വരുന്നത് ഡി ആണ്. മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം 3 ഓപ്ഷനുകളും ഉത്തരമായിട്ടുള്ളതാണ്. ഡി എന്ന ഓപ്ഷനാണ് ശരി. ഓരോ കുട്ടിയുടെയും പശ്ചാത്തലവും താല്പര്യവും കണ്ടെത്തുന്നതിലൂടെ, കുട്ടിയുമായി സംസാരിച്ച് അവന്റെ പെരുമാറ്റത്തിന്റെ കാരണങ്ങൾ തിട്ടപ്പെടുത്തുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്നതിലൂടെ.